ദൃശ്യം 3 സെക്കൻഡ് വീക്കിലേക്ക് കടക്കുമ്പോൾ 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി കുതിക്കുകയാണ്. ഈ സമയത്ത് ദൃശ്യം യൂണിവേഴ്സിലെ ജോർജ് കുട്ടി എന്ന കഥാപാത്രവും ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാൽ എന്ന നടനും നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. ദൃശ്യത്തിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കി ഇഷ്ടം പിടിച്ചു പറ്റിയ ജോർജ് കുട്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ആ കഥാപാത്രത്തെ ഇത്ര ആഴത്തിൽ നമ്മളുമായി കണക്ട് ചെയ്ത മോഹൻലാൽ എന്ന അതുല്യ നടനെക്കുറിച്ച് സംസാരിക്കണം. അദ്ദേഹത്തിന്റെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറച്ച് ദൃശ്യം റീമേക്കുകൾ നമുക്കുണ്ട്. ഹിന്ദിയിലെ ജോർജ് കുട്ടി അജയ് ദേവ്ഗൺ, തമിഴിൽ കമൽ സാർ, തെലുങ്കിൽ വെങ്കടേഷ്, കന്നഡത്തിൽ ദർശ്. ഇവരൊക്കെ ജോർജ് കുട്ടിയായി അഭിനയിച്ചപ്പോൾ ലാലേട്ടൻ ജോർജ് കുട്ടിയായി ജീവിക്കുകയായിരുന്നു. ഇൻസ്റ്റയിൽ ഒരുപാട് കമ്പാരിസൺ റീൽസൊക്കെ കണ്ടു. അവിടെയൊക്കെ ആളുകൾ ഒറ്റ സ്വരത്തിൽ പറയുന്നു, ദ റിയൽ ഓജി മലയാളം ദൃശ്യം ആൻഡ് ജോർജ് കുട്ടി മറ്റുള്ളവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്ര ഉയരത്തിലാണെന്ന്, സംതിങ് ഡിഫറൻ്റ് ആണെന്ന്. ആശാ ശരത്ത് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിരുന്നു. ദൃശ്യം 1 ക്ലൈമാക്സ് സീനിൽ കമൽ സാറിന്റെ ജോർജ് കുട്ടി വളരെ സെൻസിറ്റീവായി അഭിനയിച്ചപ്പോൾ ലാലേട്ടന്റെ ജോർജ് കുട്ടി വളരെ കൈയടക്കത്തോടെ കഥാപാത്രത്തെ കൈപ്പിടിയിൽ ഒതുക്കി ജീവിക്കുകയായിരുന്നുവെന്ന്. കമൽഹാസൻ വളരെ വലിയൊരു നടനാണ്, പക്ഷേ മോഹൻലാൽ അതൊരു വിസ്മയമാണ്. ലാലേട്ടനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. എത്ര പറഞ്ഞാലും അത് ശരിയാവുകയുമില്ല. എന്നാൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് ദൃശ്യം 3 എത്തി നിൽക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്ന ഡെവലപ്മെന്റ്സ് അത് അമേസിംഗ് ആണ്. ദൃശ്യം 1 വരുൺ അവരുടെ കുടുംബത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ജോർജ് കുട്ടി വളരെ കുറുമ്പനായ, സ്നേഹനിധിയായ, സാധാരണക്കാരനായ ഒരു കുടുംബനാഥൻ. ആകസ്മികമായി വരുണിന്റെ രൂപത്തിൽ ആ ദുരന്തം വന്നതിന് ശേഷം തൻ്റെ കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന, അവരെ സംരക്ഷിക്കാൻ രാപ്പകൽ ശ്രദ്ധയോടെ ഇരിക്കുന്ന, മനസ്സിലുള്ള കാര്യങ്ങൾ മറച്ചുവെച്ച് കുടുംബത്തിന് മുൻപിലും സമൂഹത്തിന് മുമ്പിലും കുറേയൊക്കെ അഭിനയിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന, ഏത് നിമിഷവും വിജിലൻ്റ് ആയിരിക്കുന്ന ഒരാൾ. അയാളെ വിശ്വസിക്കാനും ഇഷ്ടപ്പെടാനും ഒരുപാട് കാരണങ്ങൾ മലയാളിക്കുണ്ട്. രണ്ടാം ഭാഗത്തിലും നമ്മൾ ആ ക്യാരക്ടറിൻ്റെ തുടർച്ച തന്നെയാണ് കാണുന്നത്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്ന പ്രതീക്ഷയിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി വളരെ കരുതലോടെ മുന്നോട്ട് പോകുന്ന ഒരച്ഛൻ, ഒരു ഭർത്താവ്. ദൃശ്യം 3 എത്തുമ്പോൾ ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നറിയാത്ത ഒരവസ്ഥയാണുള്ളത്. തന്നെ കൊണ്ട് ചെയ്യാനുള്ളത് എല്ലാം ചെയ്ത് വരുണിന്റെ മാതാപിതാക്കളുടെ ആവശ്യവും നിറവേറ്റി ഒരുവിധം എല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും മുന്നോട്ടുള്ള ജീവിതം. ജോർജ് കുട്ടി എന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുവിധം പ്രശ്നങ്ങൾ അവസാനിച്ചെങ്കിലും ഇനിയും പലതും സംഭവിക്കാമെന്ന ബോധ്യം പുള്ളിയുടെ ഉപബോധ മനസ്സിലെങ്കിലും കിടപ്പുണ്ട്. എങ്കിലും അയാൾ മുന്നോട്ട് പോകുന്നു. ഇനി എന്ത് പ്രശ്നം ഏത് രൂപത്തിൽ വരുമെന്ന കാര്യത്തിൽ അയാൾക്ക് ഒരു അറിവുമില്ല. എന്നാൽ ഏത് നിമിഷവും എന്തും പ്രതീക്ഷിച്ചു പോകുന്ന അയാൾക്കുണ്ടാവുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ, തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെയുള്ള ഒരു ജോർജ് കുട്ടി നമ്മുടെ മനസ്സിലേക്ക് കുറച്ചുകൂടി ഇമോഷണലായി കടന്നുകൂടുമ്പോൾ ആ കഥാപാത്രത്തിൽ ലയിച്ചു ചേർന്ന് ലാലേട്ടൻ ജോർജ് കുട്ടിയെ കൂടുതൽ ഇഴചേർന്ന് ജീവിക്കുന്നു. വരും ഭാഗങ്ങളിൽ ക്യാരക്ടറിന് സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിധം, ആ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ നമ്മളെയും കൊണ്ടുപോകുന്ന വിധത്തിൽ ഉള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സാക്ഷാൽ മോഹൻലാൽ മാന്ത്രികത ആണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലായി കണക്ട് ആവുന്നത് ഈ ഭാഗത്തിലെ തേർഡ് പാർട്ടിലെ ജോർജ് കുട്ടിയാണ്. ഇനി ജോർജ് കുട്ടിക്കും കുടുംബത്തിനും ഒന്നും സംഭവിക്കരുത് എന്ന് ശക്തമായ തോന്നൽ മലയാളിക്ക് നൽകുന്നുണ്ട്. ജോർജ് കുട്ടി ഒരു ക്ലാസിക് ക്രിമിനൽ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ജോർജ് കുട്ടിയെ എങ്ങനെ ഒരു ക്രിമിനലായി കാണാൻ കഴിയുമെന്ന് എന്ന സന്ദേഹത്തിലാണ് ഞാൻ. കാരണം ജോർജ് കുട്ടി എന്ന കഥാപാത്രം കുടുംബത്തെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു അച്ഛനാണ്, ഭർത്താവാണ്. ഒരു ക്രിമിനൽ തൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ, അതിൽ നിന്നും കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടി സാമാന്യത്തിലധികം ബുദ്ധിയുള്ള ജോർജ് കുട്ടി കണ്ടെത്തിയ കുറേ മാർഗങ്ങൾ, ചെയ്യേണ്ടി വന്ന കുറച്ച് കാര്യങ്ങൾ. ഒരുപക്ഷെ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ ആഗ്രഹിക്കാത്ത ആളായിരിക്കാം ജോർജ് കുട്ടി. ആരെയെങ്കിലും ദ്രോഹിക്കാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മനസ്സറിയാതെ ഇങ്ങനൊരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ അയാളെ ക്രിമിനൽ എന്ന് എങ്ങനെ വിളിക്കാൻ പറ്റും? ഒരു ക്രിമിനൽ മൂലം തൻ്റെ കുടുംബത്തിന് സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരച്ഛൻ, ഭർത്താവ്. ആ അർത്ഥത്തിൽ ജോർജ് കുട്ടി മലയാള മനസ്സിൽ കീഴടക്കി മുന്നേറുന്ന ഒരു ക്ലാസിക് ഫാദറാണ്, ഒരു ക്ലാസിക് ഹസ്ബൻഡാണ്. ആ ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് ഒന്നും സംഭവിക്കാൻ മലയാളി ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ദൃശ്യം 3 ഈ വിജയം കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇങ്ങനെ മലയാളി മനസ്സിൽ കൂടുതൽ ഇടം നേടി കൂടുതൽ ഭാഗങ്ങളിലായി ജോർജ് കുട്ടിയും കുടുംബവും തുടരട്ടെ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യാൻ മടിക്കരുത് കേട്ടോ. താങ്ക് യു.